യൂറോപ്പിലേക്ക് ഒരു വർക്ക് വിസ എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. യൂറോപ്പ് എനിക്ക് തോന്നുന്നു ഷെങ്കൻ ഏരിയ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് ആഗ്രഹമില്ലാത്തൊരു മനുഷ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നെതർലാൻഡ്സ് എന്ന് പറയുന്ന ഒരു സ്വപ്ന നഗരിയിലേക്ക് വർക്ക് വിസയായിട്ട് വന്ന സുധിയാണ് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നത്. സോ വെൽക്കം സുധി ടു ദ ഷോ. വർക്ക് വിസയിലാണ് ഇവിടെ എത്തിയത്, പഠിക്കാൻ വേണ്ടി വന്നതല്ല. അങ്ങനെയുള്ള സുധിക്ക് എന്താ പറയാനുള്ളത്? നെതർലാൻഡ്സിൽ നീ പോകാനുള്ള സാധ്യത ഉണ്ടോ, അത് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാനാണോ? നെതർലാൻഡ്സിൽ പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതിന് ചിലപ്പോൾ എൻ്റേതായ റീസൺസ് ഉണ്ട് അതിന്. ലൈക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി 5 years ആയി. ഇറ്റ്സ് എ വെരി ഗുഡ് കൺട്രി ടു ലീവ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ വെൽഫെയർ കാര്യങ്ങൾ, നമ്മുടെ ലിവിങ് സ്റ്റൈൽസ്, എല്ലാ കാര്യത്തിലും നെതർലാൻഡ്സ് വളരെയേറെ അസിനോ വളരെയേറെ മുന്നോട്ടുള്ള ഒരു രാജ്യമാണ്. ഓട്ടം സീസണിൽ നോർമലി ഇതൊരു സ്റ്റോമി ആയിരിക്കും സീസൺ. ഓട്ടം സീസൺ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖത്തിനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ രാജ്യം വിട്ടു പോകാനുള്ള കാരണമല്ല, കാരണം നമ്മൾ ഇത് ബേസിക്കലി അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ എങ്ങനെ ഹാബിറ്റ് ആകുന്നു എന്നുള്ളതാണ്. ആ സിറ്റുവേഷനോട് എങ്ങനെ നമ്മൾ യൂസ് ടു ആകുന്നുള്ളതാണ്. ഇനീഷ്യലി വരുമ്പോൾ നമുക്കിതൊരു പ്രശ്നമുണ്ട്. ഞങ്ങളും ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. ആസ് എ ഫാമിലി ആയിട്ട് ഞങ്ങൾക്കും ഇനീഷ്യൽ വന്ന ടൈമിൽ പനികളും കാര്യങ്ങളും ഫ്ലൂസ് ഉണ്ടാവും. പക്ഷേ അത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അതിനോട് യൂസ് ടു ആവുകയും ആ കാലാവസ്ഥയോട് നമ്മൾ പരിചയിച്ച് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇവരെ പോലെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങും. അത്ര എളുപ്പമാണോ വർക്ക് വിസ കിട്ടി യൂറോപ്പിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എത്തുക എന്നുള്ളത്? ഓഫ് കോഴ്സ് ഇത് എളുപ്പമുള്ളൊരു പ്രോസസ്സല്ല. കാരണം ഒരു കമ്പനി റിക്രൂട്ട് ചെയ്യണം നമ്മളെ, നമ്മൾ അപ്ലൈ ചെയ്ത് കമ്പനിയുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കൂടെ കടന്നു പോകണം. ആ വേക്കൻസി അവിടെ ഉണ്ടാകണം. അതനുസരിച്ച് നമ്മളുടെ എക്സ്പീരിയൻസും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും അതിനനുസരിച്ച് മീറ്റ് ചെയ്യണം. ഇവിടെ ഹൈലി സ്കിൽഡ് ഇമിഗ്രൻറ്റ് വിസ അല്ലെങ്കിൽ HSM വിസ എന്ന് പറഞ്ഞൊരു വിസയുണ്ട്. അതിൽ കമ്പനിക്ക് ഒബ്ലിഗേഷൻ ഇല്ല അപ്രൂവ് ചെയ്യേണ്ടതായിട്ട്. അതൊരു വിൻഡോ ആണ് അവർക്ക് ഹൈലി സ്കിൽഡ് ഇമിഗ്രൻ്റ് ആയുള്ള ആൾക്കാരെ ഔട്ട്സൈഡ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് കൊണ്ടുവരാനുള്ള. എസ്പെഷ്യലി ടെക്നോളജിക്കൽ ഫീൽഡിലുള്ളവർ പ്രയോറിറ്റിയിൽ നെതർലാൻഡ്സ് വെക്കുന്നത് വളരെ പ്രിഫറബിൾ തന്നെയാണ്. കാരണം HSM അപ്രൂവ് ചെയ്ത് കിട്ടാൻ ഒരു കമ്പനിക്ക് സ്കില്ലിലുള്ള ഷോർട്ടേജ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യകതയില്ല. അവർക്ക് അതിന് സർട്ടൺ സാലറി ക്രൈറ്റീരിയ ആണ്, ഏജിനനുസരിച്ചുള്ള സാലറി ക്രൈറ്റീരിയ ഉണ്ട്. ആ സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ദേ ക്യാൻ റിക്രൂട്ട്. നെതർലാൻഡ്സിൽ ഇത്ര വർഷമായി ജീവിച്ചിരിക്കുന്ന ഒരു ആൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ പറ്റിയൊക്കെ തന്നെ. പിന്നെ ഇവിടുത്തെ ഒരു എക്കണോമി, ആളുകളുടെ സംസ്കാരം, എല്ലാത്തിലും വളരെ ഇൻഫ്ലുവൻസും അട്രാക്റ്റഡും ആണല്ലോ സുധി. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടി ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എപ്പോൾ നടക്കുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇന്നത്തെ ഒരു ട്രെൻഡാണ് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുക എന്നത്. എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം നമ്മുടെ എക്കണോമിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റഡ് ആണ് പൈസ എന്നുള്ളത്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും കുട്ടികൾ അങ്ങനത്തെ ലോ കോസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ചൂസ് ചെയ്യുന്നത്. ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ പോലത്തെ രാജ്യങ്ങൾ. നെതർലാൻഡ്സിലേക്ക് പഠിക്കാനായിട്ട് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അവിടെ പോകുന്നതിനോടാണോ സുധി പേഴ്സണലി അഭിപ്രായം പറയും? സുധി ഇവിടെ എത്ര നാൾ ജീവിച്ചു, ഇത്രയും 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇനി മാറിപ്പോകുന്നുള്ള ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് പഠിക്കാൻ വരുമ്പോൾ നെതർലാൻഡ്സ് ആണോ സജസ്റ്റ് ചെയ്യുക, അതോ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളാണോ സജസ്റ്റ് ചെയ്യുക? എൻ്റെ സജഷൻ ഓൾവേസ് ഗോ വിത്ത് നെതർലാൻഡ്സ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കോഴ്സ് ഫിനിഷ് ചെയ്യുക എന്ന് മാത്രമല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. നമ്മൾ പഠിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ആ വരുന്ന രാജ്യത്തെ, ആ രാജ്യം എങ്ങനെയാണ് ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുന്നത്, ആ രാജ്യം എങ്ങനെയാണ് ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. നമ്മൾ വിവിധ തരം ആൾക്കാരെ കാണുന്നു, അവർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതിൻ്റെ എല്ലാം ബേസിസിലാണ് നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്പ് ആവുന്നത്. അല്ലാതെ നമ്മളൊരു കോഴ്സ് എടുത്തു എന്ന് കരുതി എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലെടുക്കരുത്. കാരണം ഒരു കോഴ്സ് എടുത്തു എന്ന് കരുതി നമ്മൾ സക്സസ്ഫുൾ ആവും എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മളെ മോൾഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ സാഹചര്യങ്ങളാണ്. അപ്പോൾ നെതർലാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു കൺട്രിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ സോണിലുള്ള കൺട്രീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വളരെ ഫോർവേഡ് ലുക്കിംഗ് ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു കോഴ്സിലൂടെ പഠിച്ചിറങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റിയും അത്ര ഓപ്പണായി. ശരി, എന്തായാലും ഇതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. അതായത് ഒരു വർക്ക് വിസയിൽ വന്നിട്ടുള്ള ഒരു വ്യക്തി, നമുക്കറിയാം പഠിക്കാനായിട്ട് വരുന്ന ഒരാൾ പല റീസൺസ് കൊണ്ട് അവർ ആ നാട്ടിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുന്നത്. വർക്ക് വിസയിൽ വന്ന ഒരാൾ ഇനിയും ഓപ്പർച്യൂണിറ്റി സ്കാനിയ രാജ്യങ്ങളുണ്ടെങ്കിൽ പോലും നെതർലാൻഡ്സിനെ അത്രയധികം ഇഷ്ടപ്പെടുന്നു. ഇവിടുത്തെ സംസ്കാരത്തെ, ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റത്തെ, ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസിനെ, അതെല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ് എന്നാണ് സുധിയുടെ അഭിപ്രായം. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഇൻഫർമേഷൻ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദി ഷോ സുധി. നമ്മളിപ്പോൾ നിൽക്കുന്നത് നെതർലാൻഡ്സിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ യൂണിവേഴ്സിറ്റി മുമ്പിലാണ്. അതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാം. ഏകദേശം 1632 യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തിട്ടുള്ളത്.
അന്ന് ഇതുപോലത്തെ ഗ്ലാസ് ബിൽഡിങ്ങുകളല്ല. ഇന്ന് ഇത് പിന്നീടുള്ള ഓരോരോ ഫാക്കൽറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ആഡ് ചെയ്യുമ്പോഴും അവർ ഓരോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ഏരിയ മൊത്തം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെന്ന് പറയാൻ പറ്റും. നെതർലാൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ്, അതായത് ഇവിടെയുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ വളരെ വെൽ റിനൗണ്ടും ഒരു നല്ല ക്യൂസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. മാത്രമല്ല നെതർലാൻഡ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒരു ടൂറിസ്റ്റ് ഹബ്ബ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് വഴിയോര കച്ചവടക്കാർ പോലും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് ഇവിടെ. അതാ അവർക്ക് ഇംഗ്ലീഷ് അറിയാമെന്നാണ്. അതേ കാരണം കൊണ്ട് തന്നെ യൂറോപ്പിൻ്റെ വെളിയിൽ നിന്നുള്ള ആൾക്കാർ, അതായത് ലോകത്തിൻ്റെ ഏത് രാജ്യത്തു നിന്നാണെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു രാജ്യം എന്നതിൻ്റെ അഡ്വാൻറ്റേജും ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റി വെൽ റിനൗണ്ട് ആണെന്നുള്ള അഡ്വാൻറ്റേജ് കൊണ്ട് തന്നെ ഒരുപാട് ഏകദേശം ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 60% പരം കുട്ടികൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. അങ്ങനെ നമ്മുടെ യാത്ര നെതർലാൻഡ്സിൽ നിന്ന് ഫ്രാൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രാൻസിലെ പാരീസിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഫ്രാൻസ് ഒരു വലിയൊരു രാജ്യമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ അറ്റവും നമുക്ക് എത്തിച്ചേരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട, പോകേണ്ടതായിട്ടും ഉള്ള സ്ഥലങ്ങൾ നമ്മൾ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ട്രീറ്റ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് അവന്യൂ ഇൻ ദ വേൾഡ് എന്നതിന് പേര് കേട്ട ഷാംസ് എലാസിസ് സ്ട്രീറ്റിലാണ്. അതായത് ഈ ഒരു സ്ട്രീറ്റിൽ ഒരുപാട് ഷോപ്പിംഗ് അവന്യൂസ്, അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ബ്രാൻഡുകളുടെ ഒക്കെ തന്നെ ഷോറൂം നിലകൊള്ളുന്ന ഇവിടെയാണ്. നമുക്കറിയാം വിൻ്റർ സീസൺ എന്ന് പറയുന്നത് വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള സീസൺ ആണെങ്കിൽ തന്നെയും യൂറോപ്പിൽ അത് എങ്ങനെയൊക്കെ എൻജോയബിൾ ആക്കാം എന്നത് തന്നെയാണ് അവരെപ്പോഴും നോക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് കാണാം ഇതൊരു 6 മണിയായിട്ടുള്ള സമയം, അപ്പോഴേക്കും ഫുൾ സ്ട്രീറ്റ് ലൈറ്റ്സ് വെച്ച് കവേർഡാണ്. ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത 2 പ്രധാനപ്പെട്ട ഏരിയകളെ പാരീസിലുള്ളത് കണക്ട് ചെയ്യുന്ന ഈ സ്ട്രീറ്റാണ്. ഷാംസ് എലൈസീസ് സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കാണുന്ന ആർക് ഡു ട്രയംഫ് എന്ന് പറയുന്ന മോണ്യുമെൻ്റ് ആണ്. ഇത് ഏകദേശം 1806 നെപ്പോളിയൻ 1 എന്ന് പറയുന്ന ഭരണാധികാരി കമ്മീഷൻ ചെയ്ത ഒരു മോണ്യുമെൻ്റ് ആണ്. ഫ്രഞ്ചിൻ്റെ അനേകം യാതനകൾ, ഒരുപാട് യുദ്ധങ്ങൾ അവർ ജയിച്ചതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ മോണ്യുമെൻ്റ് പണിയെടുപ്പിക്കാൻ തീരുമാനിച്ചത്. 1836 30 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ എല്ലാ പണിയും പൂർത്തീകരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു ഭാഗം, ഷാംസ് എലൈസീസ് സ്ട്രീറ്റിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു ഫ്രീഡം സ്ക്വയർ ആണ്. ഇതിനെ കണക്ട് ചെയ്യുന്ന സ്ട്രീറ്റാണ് ഷാംസ് എലൈസീസ് എന്ന് പറയുന്നത്. പാരീസിൽ പഠിക്കാൻ വരുന്നൊരു കുട്ടിയാണെങ്കിലും പാരീസ് എന്ന ഒരു നാട് കാണാൻ വരുന്ന വ്യക്തികളാണെങ്കിലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ആർക് ഡു ട്രയംഫും ഷാംസ് എലൈസീസ് സ്ട്രീറ്റും അതുപോലെ പ്ലേസ് ദു കോൺകോർഡും ഈഫൽ ടവറും ഒക്കെ തന്നെ. ഇതെല്ലാം തമ്മിലൊരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ദൂരത്തിലാണ് നിലകൊള്ളുന്നത്. നമ്മൾ ആദ്യം കണ്ട പോലെ ആർക് ഡു ട്രയംഫിൻ്റെ അവിടെ നിന്ന് യാത്ര തുടങ്ങി 2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീഡം സ്ക്വയറിനവിടെ നമുക്ക് എത്തുന്നതാണ്. വളരെ വിശാലമായിട്ടത് ഒരുപാട് ആൾക്കാർ വന്ന് തിങ്ങി നിറയുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഒരു മെയിൻ ടൂറിസ്റ്റ് ഹബ്ബ് തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈഫൽ ടവർ കാണാം, ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച മനോഹരമായിട്ടുള്ള ഈഫൽ ടവർ കാണാം. ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് എനിക്കിവിടെ ഫ്രാൻസിൽ ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ ആവാനുള്ള ഒരു പ്രധാന കാരണം സ്റ്റേ ബാക്ക് കൂട്ടിയതാണെന്ന് മാത്രം എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇതൊരു $3 ട്രില്യൺ മേലെയുള്ള എക്കണോമിയും അതുപോലെ തന്നെ വളരെയധികം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയും ഇൻ്റർനാഷണൽ ആയിട്ട് തന്നെ ആളുകളെ വെൽക്കം ചെയ്യുന്നൊരു എക്കണോമിയും ഒക്കെ തന്നെയാണ് ഫ്രാൻസ്. മാത്രമല്ല അതിമനോഹരവും ഒരുപാട് വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മോണ്യുമെൻറ്റ്സും 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽപ്പെട്ട ഈഫൽ ടവറും എല്ലാം നിലകൊള്ളുന്നത് ഈ ഫ്രാൻസിൽ തന്നെയാണ്. ഫ്രാൻസിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് സ്റ്റേ ബാക്ക് കൂടിയ ഒരു സാഹചര്യത്തിൽ ജർമ്മനിയിലേക്ക് പോകുന്ന അതേപോലെയോ അതിനേക്കാളും കൂടുതൽ ഒഴുക്ക് ഫ്രാൻസിലേക്ക് ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ആ ഒഴുക്ക് ഒന്നും തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്കല്ല സംഭവിക്കുന്നത്. ഈ ഒരു കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്കണോമി, അതായത് എഡ്യൂക്കേഷനെ വളരെയധികം കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള UK പോലത്തെ ഒരു എക്കണോമി തന്നെയാണ് ഫ്രാൻസ്. അതുകൊണ്ട് ഇവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് യാതൊരു പഞ്ഞവുമില്ല. അതുകൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ മാർക്കറ്റിങ്ങിലാണ് പലപ്പോഴും കുട്ടികൾ പെട്ടുപോകാറുള്ളത്. എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ചീത്തയാണെന്നോ അല്ലെങ്കിൽ മോശമാണെന്നോ അല്ല പറയുന്നത്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുള്ള, കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരുപാട് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഇവിടെ ഉണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ളതും വളരെ പേരെടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്. അതിലൊന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വേഴ്സൈൽസ്. ഏകദേശം 8ഓളം ക്യാമ്പസുകൾ ഇവർക്കുണ്ട്. നമ്മൾ എല്ലാ എപ്പിസോഡുകളിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് അവരുടെ എക്സ്പാൻഷൻ സംഭവിച്ച ഒരു സമയത്ത് പല ലൊക്കേഷനുകളായിട്ടാണ് ഇവരുടെ ക്യാമ്പസുകളുള്ളത്. വേഴ്സൽസിന്റെ കഥയും മറ്റൊന്നല്ല. ഏകദേശം 8 ക്യാമ്പസുകളിൽ പല പല ലൊക്കേഷനിലായിട്ടാണ് നിൽക്കുന്നത്.
ഇവിടത്തേക്ക് അഡ്മിഷൻ മേടിക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ കാരണം US റാങ്കിൽ ഏകദേശം 800 to 900 ആണ് ഇവിടെ റാങ്ക് നിൽക്കുന്നത്. പലപ്പോഴും 100 200 ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റികൾ മേടിക്കാനുള്ള അത്ര ബുദ്ധിമുട്ടില്ല എന്നർത്ഥം. ട്യൂഷൻ ഫീ പറ്റി പറയുകയാണെങ്കിൽ 3500 യൂറോ മുതൽ ഏകദേശം 8000 യൂറോ വരെയാണ് ഫ്രാൻസിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിന്റെ മെജോറിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റീസിന്റെ റേഞ്ച് വരുന്നത്. അതിൽ തന്നെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബേഴ്സൽസും വരുന്നത്.